നമുക്ക് ചോദിക്കാം കുക്കി എടുത്ത് നമുക്ക് ചോദിക്കാം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇതായിരിക്കുന്നുണ്ടോ ചോറ് ക്യാപ്സിക്കം ക്യാരറ്റ് ചിക്കന് തൈര് ഓക്കെ എങ്ങനെയുണ്ട് ഇങ്ങനെ കാണിക്ക് വാവ് കൊള്ളാവോ ഉറപ്പാണോ ഉറപ്പാണോ ഇവിടെ രണ്ടുപേരും കൂടെ അതാ എന്നെ ട്രോളാൻ വേണ്ടി ഇരിക്കുക അതാണ് എന്റെ ചിക്കന്റെ കഴിവെന്ന് പറയുന്നത് എടി മര്യാദയ്ക്ക് തിന്നോ അല്ലെങ്കിൽ നീ തീർന്നടി നീ തീർന്നു. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കുക്കിക്ക് എന്ത് ചിക്കനാണ് കൊടുക്കുന്നതെന്നുള്ളൊരു റെസിപ്പി, സിമ്പിൾ ഒരു ചിക്കൻ റെസിപ്പി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ചിക്കൻ എടുക്കുവാണ്. സോ ചിക്കൻ എടുത്തു. നമ്മൾ കുറച്ച് കുക്കിക്ക് വേണ്ടി എടുത്ത ചിക്കനാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുവാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന ഉച്ചയ്ക്ക് സമയത്തായിരുന്നു ഇതെടുത്ത് പുറത്ത് വെച്ചത്, വെള്ളം ഒഴിച്ച് വെച്ചത്. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വന്നു, അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇന്നത്തെ മസാല ഇടാൻ പോവാണേ. നമുക്ക് 3-4 രീതിയിൽ ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള ടോഡ്ലേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയ എരിയില്ലാത്ത ടൈപ്പ് ചിക്കനാണേ. കമോൺ. അപ്പോൾ ഞാനിവിടെ 4-5 പീസ് ചിക്കനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഓരോ വട്ടം ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഒത്തിരി ഉണ്ടാക്കി കുക്കിക്ക് വെക്കുന്നില്ല, കുറച്ചായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം കഴിഞ്ഞ വട്ടം നമ്മൾ ഉണ്ടാക്കിയ ഫിനിഷ് ആയതുകൊണ്ട് അടുത്ത ഉണ്ടാക്കുവാണേ. അപ്പം ഇവിടെ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ലൈറ്റ് ഇട്ടപ്പം ലൈറ്റ് വന്നു. ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം ഷാഡോ ആണ് വരുന്നത് മുകളിലത്തെ ലൈറ്റിൽ നിന്ന്. ഇപ്പം ഞാൻ ഇട്ടപ്പോഴത്തേക്ക് നല്ല വെട്ടം വന്നുണ്ടോ. ഇത് ഡിജോ വാങ്ങിച്ചതാണേ, ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ്. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു കബോർഡിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചേക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ നോക്കിയിട്ട് അയച്ചേക്കാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷാഡോ ഒക്കെ ബാക്കിൽ നിന്ന് വരുമ്പോൾ സ്ലാബിൽ കട്ട് ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഷാഡോ വരുവാണെങ്കിൽ ഇതുപോലെ സ്ട്രിപ്പ് ജസ്റ്റ് ടേപ്പ് എടുത്തങ്ങ് ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ താഴെ ടേപ്പ് ഉണ്ടാവും. അപ്പം കണക്ടർ വെച്ച് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് സംഭവം. പിന്നെ അത് ഞാൻ മസാലാസൊക്കെ ഇടാൻ പോവാണ്. ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മസാലയൊക്കെ കാണിക്കാം കേട്ടോ. ഏറ്റവും മെയിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ആരും പറഞ്ഞു എൻ്റെ അടുത്ത് ടേബിളിൽ കയറാൻ? ഒരാൾ ടേബിളിൽ കയറി എന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ ടേബിളിലങ്ങ് കയറിയിട്ട് മമ്മയെ വിളിക്കുക ടേബിളിൽ കയറി. ഇങ്ങനെയാണ് കുക്കി. മമ്മ വരയ്ക്കാൻ പേപ്പറും പേനയൊക്കെ തന്നില്ലേ? അപ്പോൾ സോഫയിലിരുന്ന് വരയ്ക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ മമ്മയ്ക്ക് കുക്കിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, നേരങ്ങ്. അതിനിടയ്ക്ക് ഒരാള് എവിടെ കയറി? ടേബിള്. അങ്ങനെ കയറുന്നത് നല്ലതാണോ? എന്താ പറ്റും കയറിയാല്? വീഴും. അപ്പം വീഴാതിരുന്ന് അവിടെ ഇരുന്ന് വരച്ച ABCD എഴുതിയേ കേട്ടോ. മമ്മ എഴുതരാം. നമ്മുടെ കയ്യിലെല്ലാം ചിക്കൻ അല്ലേ? ഓക്കെ മമ്മ കുക്ക് ചെയ്തോന്ന് പറ. ഗുഡ് ഗേൾ അല്ലേ? ഞാനിവിടെ പതുക്കെ മുങ്ങട്ടെ. ദോ ചാടി പോകുന്നു, ദോ ചാടി വരുന്നു. കണ്ട ചാങ്ങട് ഭാവി. അമ്മ ഒന്ന് ചിക്കൻ ഉണ്ടാക്കി കേട്ടെ. ഇരുന്നാ നിനക്ക് രാത്രിയിലും ചിക്കൻ കിട്ടത്തില്ല. ഓക്കെ, ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ കുക്കി പിന്നെ ഇവിടെ ഇരിക്കുവോ? ഓക്കെ, ABCD ഇത് ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എഴുതി കാണിച്ചു കൊടുത്തായിരുന്നു. ഓക്കെ, ഇതേതാ? ഞാൻ പിടിച്ച് എഴുതിപ്പിക്കാം. ഇവിടെ ഇങ്ങോട്ടിരി. ഇതേതാണ്? ഏത് ലെറ്ററാ? വെരി ഗുഡ്. കൈ പിടിച്ചോ. ഇതാണ് A. ഇതാണ് B. ഇതാണ് C. ഇതാണ് D. ഇതാണ്
ഇ. ഇതാണ് എഫ്. ഓ മൈ ഗോഡ്, ഇത്രയും കുക്കി പഠിച്ചോ? ഓക്കെ, അതൊക്കെ അങ്കിൾമാര് പട്ടിക്കുട്ടിയെ നോക്കാൻ പോവാ എങ്ങനെ ബീച്ചിൽ കളിക്കുന്നേന്ന്. ഓക്കെ, എന്നാ അതിന്റെ പുറത്തുകൂടെ കുക്കി എഴുതിക്കോ കേട്ടോ. കുക്കി നീ അല്ലേ പറഞ്ഞ ഞാൻ ഒരു വട്ടം എഴുതി കഴിഞ്ഞാ കുക്കി മമ്മയെ സമ്മതിക്കാൻ. ദാണ്ട ഗൈസ്, എന്നെ വലിച്ചോണ്ട് പോകുന്ന കണ്ടോ നിങ്ങള്? ഇതുകൊണ്ടാണ്. അപ്പൊ നിനക്ക് ചിക്കനൊന്നും വേണ്ടേ നിനക്ക്? അവിടൊക്കെ എഴുതി കഴിഞ്ഞാലേ പേന ചീത്തയാവും. അമ്മയ്ക്ക് ഒരു പേനയേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെ എഴുതിക്കോ. അതൊക്കെ എടുത്ത് കുക്കി ഇവിടെ എഴുതിക്കോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നതെന്ന് പറയാം. അപ്പം ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് മഞ്ഞപ്പൊടി, ഇത് പപ്രിക്ക പൗഡർ. ഇതിപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് പെപ്പറാണ്. പെപ്പർ ക്രഷ് ചെയ്ത് ഞാൻ ഇടും. പെപ്പർ പൊടി പൗഡറോ ക്രഷ് ചെയ്ത് നിങ്ങൾക്ക് ഇടാം. അത് അത്യാവശ്യം ഫൈനായിട്ട് ഇടുന്നതാണ് നല്ലത്. ഒത്തിരി എരിവ് കൂട്ടാതെ കുട്ടികളാണെങ്കിൽ വലിയ പീസാകുമ്പോൾ അവർ ചവയ്ക്കുമ്പോഴത്തേക്കും എരി വരും. ഇല്ലെങ്കിൽ പൗഡർ ഇട്ടാലും മതി. പിന്നെ ഇത് സോൾട്ടാണ്. ഇത് മറ്റേ പിങ്ക് സോൾട്ടാണ്. നിങ്ങൾ നോർമൽ സോൾട്ട് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അവസാനം നമ്മൾ കുക്ക് ചെയ്ത ശേഷം എല്ലാം ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഇച്ചിരി ഹണിയും കൂടെ ഒഴിക്കും. നമ്മൾ ഈ ഒരു ചിക്കൻ തന്നെ ഉണ്ടാക്കി ഇത് അത്യാവശ്യം കുറച്ച് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ അത് യൂസ് ചെയ്ത് തീർന്നു കേട്ടോ. ഈ ചിക്കൻ ഉണ്ടാക്കി ഹണി ഗാർലിക് ചിക്കന് അങ്ങനെയൊക്കെ മാറി. പിന്നെ അങ്ങനെ വേറെ പുതിയ ഇത് വാങ്ങിച്ചു കേട്ടോ, ഹണി. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളതുകൊണ്ട് എടുത്താണ്. ഗാർലിക് ഉണ്ടെങ്കിൽ ഗാർലിക് ഇട്ടും ചെയ്യാം. പിന്നെ പെട്ടെന്ന് സമയമില്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഇതില്ലാതെ ഗാർലിക്കും ജിഞ്ചറൊന്നും ഇല്ലാതെയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇതും നിങ്ങൾക്ക് ഇത് പപ്രിക്കയാണ്. പപ്രിക്ക എന്ന് പറഞ്ഞാൽ മറ്റേ വെസ്റ്റേൺ ഡിഷസിനകത്തൊക്കെ വലിയ എരിവൊന്നും ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ്. സോസേജിനകത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വേറെ പൊടിയാണ് കേട്ടോ, ഞാൻ വേറെ ഇതിനകത്ത് പട്ടക്കത്തിട്ടേക്കുക. ചുമന്ന കളറിലെ പൊടി. പിന്നെ മഞ്ഞപ്പൊടിയും ഈ പെപ്പറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഹണി യൂസ് ചെയ്യാം, ഉപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു പെപ്പർ ക്രഷ് ചെയ്യുന്ന സംഭവം നല്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ലിങ്ക് ഇടാം. ഇതിനകത്ത് 2 സാധനം ഇടാൻ പറ്റും. അപ്പം ഇങ്ങനെ 2 സാധനം നമുക്ക് ഇത് ഊരിയിട്ട് നിറയ്ക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഡിജോ വലിയ ജീരകം, പെരുംജീരകം ഇട്ടിട്ടുണ്ട്, പിന്നെ പെപ്പറും ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഭാഗം തുറന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ചില വീഡിയോസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ജസ്റ്റ് കറക്കിയാൽ മതി. നമുക്ക് വേണ്ടത്ര പെപ്പർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കുക. കുറച്ച് വെള്ളം എക്സ്ട്രാ വന്നത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അടുത്ത കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരിച്ചിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ബദാം തരാം. അപ്പൊ കുക്കിക്ക് ബദാം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ ഒരാളിവിടെ? കണ്ടോ? നല്ല ഇനി അടുത്തത് കുറച്ച് ഉപ്പിടാം. ഇത് ആക്ച്വലി നോർമൽ ഉപ്പിന്റെ പാട്ടയാണ്. ഈ ഉപ്പിന്റെ പാട്ട ഭയങ്കര വലുതായിരുന്നു. ഇതിന്റെ ഈ ഓപ്പണിങ് ഒരു വട്ടം ഞാൻ ഇട്ടപ്പോഴേക്ക് കുറച്ചധികം വേസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇതിനകത്തോട്ട് മാറ്റി. പിന്നെ ഇത് പപ്രിക്കയാണ്. ഇത് ഞാൻ കുറച്ചിടുവാണ്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. കുറച്ചിടാം. ഇതിലെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്യാണേ.
അതൊന്ന് നിൽക്കുമ്പോൾ എക്സ്ട്രാ അങ്ങനെ ഞാനിവിടെ പുരട്ടി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയുണ്ടെങ്കിലുണ്ട് ഞാനിതാ നിങ്ങളെ കാണിച്ച് എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് കാണണമല്ലടാ. കോപ്രായത്തിനിടയ്ക്ക് ഒരു ചിക്കൻ പീസ് താഴെ വീണ് ഗൈസ്. പിന്നെ ഞാനത് കഴുകി വീണ്ടും ഈ മസാലയിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. വെറുതെ വീണ്ടും ഒരു പണികളെ. അങ്ങനെ കുക്കിൽ പോയി നോക്കിയിട്ട് ഞാൻ വീണ്ടും വന്നു. മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ബട്ടറിനകത്തോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലിനകത്തോ ഇട്ടിട്ട് വറുത്തെടുക്കാം. ലാസ്റ്റ് ആവുമ്പോൾ ആ ഹണിയും കൂടെ ഒഴിക്കണം. അപ്പൊ ഈ പാത്രത്തിനകത്താണ് ഞാൻ വറക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എല്ലാം തുടച്ച് അങ്ങോട്ട് വെക്കാം. കണ്ടോ ഇവിടെ അടുത്താള് വന്നത് വെള്ളം വേണം. കണ്ടോ വെള്ളം വേണം. വെള്ളം തരാം. അമ്മ തന്നായിരുന്നല്ലോ കുട്ടിക്ക്. ഇതിനകത്തിപ്പം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നൊരു പൊന്നയുടെ ഓയിലാണേ. അപ്പം ഇത് കനോല ഓയിൽ. അപ്പം ഇത് നല്ലതാണെന്ന് ടിജോ പറഞ്ഞു. അപ്പം അതാണ് യൂസ് ചെയ്തത്. ഇവിടെ രാവിലെ കുക്ക് ചെയ്യാൻ നോക്കാൻ പോയപ്പം പാല് തിളച്ച് തൂക്കി. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. ഇനി കുക്കി സമ്മതിച്ചാലേ ഇനി അത് പറ്റത്തുള്ളൂ. അതെല്ലാം ഞാൻ രാത്രിയാണ് മാക്സിമം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ എനിക്ക് സമയം കിട്ടുന്ന പോലെ. പിന്നെ ഈ പാൻ എന്തോ പ്രത്യേക ഒരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ ഇരിക്കത്തില്ല. അതിങ്ങനെ ഈ ഫ്രണ്ട് അങ്ങ് പൊങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചേക്കുന്നത്. കണ്ടോ ഇത് അടുത്ത ആള് വന്ന് വീണ്ടും വെള്ളം വേണം. കണ്ടോ ഇതിനകത്ത് വേണ്ട അവക്ക് വേറെ പാട്ടകളൊക്കെ വേണം വെള്ളം കുടിക്കാൻ. കണ്ടോ നിക്കുന്നുണ്ടോ ഓടടി. ബുക്ക് എങ്ങനെയാ ഡാഗിനി അമ്മൂമ്മയുടെ ഡയലോഗ് എന്ന് പറഞ്ഞേ? ഓടടി. ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ പൂച്ചയാക്കും. ഒരു ദിവസം അവള് തന്നെ ഈ ഡയലോഗിൽ നിന്ന് പറയുന്നത്. എണ്ണ പൊട്ടുന്നു മമ്മ ചിക്കൻ എണ്ണ ടെക്ന അവിടെ പോയിരുന്ന കുടി 2 കൈ കൊണ്ട് പിടിച്ചു താഴെ ഇടല്ലേ. അങ്ങനെ ഞാൻ ഈ ചിക്കൻ ഇടുകയാണ്. ആക്ച്വലി എനിക്കിത് പൊട്ടുന്നു. എനിക്കിത് ഇടാൻ പേടിയാണ്. ഞാനിങ്ങനെ ഇട്ടിട്ട് ഓടും. എന്നിട്ട് ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ടിജോ ചോദിക്കും എന്ത് വെച്ച് കാണിക്കുന്നേ? അതാണ് സംഭവം. ഞാൻ ആദ്യം എണ്ണ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ട് പിന്നെ പൊട്ടിത്തെറിക്കുന്ന വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ വെക്കും. ഓക്കെ ഇട്ട് കഴിച്ചിട്ട് അങ്ങനെ ഇതിനെ ഇച്ചിരി നീക്കിയിട്ടെ. പിന്നെ ഞങ്ങൾ മറത്തിന് തിരിച്ച് ഒരു 7 മിനിറ്റ് വീതം വെച്ച് 2 സൈഡും എടുത്തിട്ട് അപ്പോഴത്തേക്ക് വീഴും. എന്നിട്ട് ലാസ്റ്റിൽ ഈ ഹണി ഒഴിക്കുക. ആണ്ട്രാ മൂന്നാമത് വന്നേക്കോ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ. നീ സത്യം പറ, നീ വെള്ളം കുടിക്കോ അതോ ഇവിടെ അങ്ങനെ ഒഴിച്ചോ? എങ്ങനെ നമുക്ക് ഡാൻസ് ചെയ്തൊന്ന് കാണിച്ചേ. ഇതൊരു സൈഡ് 7 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ തിരിച്ചിടുവാണ്. ടൈമർ വെച്ചു. ഇവിടെ ഓരോന്നിനും കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം ടൈമർ വെക്കും. ഇല്ലെങ്കിൽ കുക്കി 10 വട്ടം ഇവിടെ വരുന്നത് കൊണ്ട് ഒന്നും ഓർത്തിരിക്കത്തില്ല. എല്ലാം മറക്കും ഞാൻ. ഇത് കുക്ക് ചെയ്യാൻ നോക്കാൻ പോയതാണ് ഇടയ്ക്കൂടെ. അന്നേരമായിരുന്നു ഈ പാലൊക്കെ രാവിലെ പോയത്. എന്തായാലും പോയിട്ട് അപ്പം തന്നെ ഞാൻ വന്നു. ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ അപ്പുറത്ത് പോയി നോക്കും. അവൾ എന്തെങ്കിലും കളിക്കുമ്പോഴോ TV കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വായിലൊക്കെ എടുത്തിടുകയോ അതോ ഇതൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ട് ഇനി 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഹണിയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. ഇതാണ് ഗൈസ്. ഞാനിപ്പോൾ തിരിച്ചിട്ടു. 2 സൈഡും 7 മിനിറ്റ് ഏകദേശമായി. നല്ലപോലെ വെന്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് തേനും കൂടെ ഒഴിക്കുവാണേ. എന്നിട്ട് നിങ്ങൾക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇടാം. പിന്നെ ഇത് വേറെ രീതിയിലില്ലാത്ത മെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഹണി ഗാർലിക് ഉണ്ടാക്കുവാണെങ്കിൽ ഗാർലിക് കട്ട് ചെയ്ത് നിൽക്കുന്നതിനകത്ത് ഇടാം. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ് വേണമെങ്കിൽ ഒഴിക്കാം, ഒരു കുറച്ച്. പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പും പെപ്പറും ഇട്ടതിന് ശേഷം കുറച്ച് ഫ്ലോർ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം 2 സൈഡ് വറുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗാർലിക്കും ഹണിയും ഒക്കെ ഒഴിക്കാം, സോയ സോസൊക്കെ ഒഴിക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോയ സോസ് ഒന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ 2 വട്ടം ഓൾറെഡി സോയ സോസ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എപ്പോഴെപ്പോഴും സോയ സോസ് കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ, അപ്പം നമുക്ക് മാറി മാറി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് ഈ പീസസ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇത് എല്ലിൻ്റെ കറിക്കട്ട് പീസസ്സാണ്. അപ്പോൾ നമ്മൾ 1 കിലോ 1.5 കിലോയുടെ എങ്ങാണ്ട് ചിക്കൻ കറിക്കട്ട് രീതിയിലാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോരോ എല്ലുള്ള പീസായിട്ടാണ് അവർ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കവറിനകത്തൊക്കെ ഫ്രീസ് ചെയ്തിരുന്ന് നമുക്ക് എടുക്കാനും വെള്ളത്തിൽ ഇത് ചെയ്യാനും കുക്ക് ചെയ്യാനും ഈ ഫ്രീസ് ചെയ്യാനും ഒക്കെ പാടായതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പീസ് എടുത്ത് കുക്കിക്കുള്ളത് ഒരു 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ വെക്കും, അല്ലെങ്കിൽ 2 ദിവസം. ഇവിടെ തിന്നുന്നതനുസരിച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചിലപ്പോൾ ഉച്ചക്കത്തേക്കായിരിക്കും എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇച്ചിരി തെറിച്ച് ടേസ് വേണം. അപ്പം അങ്ങനെയാണ് ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ എല്ലാം അഭിപ്രായം കമൻറ്റ് പറയൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ തിരിച്ച് മറിച്ച് വിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.